എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു ഈ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞു വല്ല ഊട്ടിക്കോ ഗോവയ്ക്കൊക്കെ പോയിണ്ടാവുന്നു. ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ വീട്ടിലെ പൊറുതി ബോധിച്ചു എന്ന് തോന്നുന്നു. ഏയ്, അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും കുട്ടികളും ഒക്കെ ആയപ്പോ ഒരു രസം, അങ്ങനെ അവിടെ കൂടി. അതാണ് കുടുംബം ഉണ്ടായാലൊരു സുഖം. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ല എന്നാ പ്രമാണം. ചില വിവരമുള്ള അട്ടകള് കിടക്കും. കൊണ്ടാട്ടിക്ക് പിടി കിട്ടിയില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ വണ്ടി കൂടെ ഒന്ന് കഴിയിട്ടേക്ക് നാരായണ. ഇനി മുതൽ നാരായണൻ ഇവിടെ വീട്ടിൽ നിന്നാ മതി. നിമ്മയ്ക്ക് അങ്ങടെ പോണെങ്കിൽ ഒരു വണ്ടി വേണമല്ലോ. അതിന് അദ്ദേഹം എന്നേക്കാ വലിയ ഡ്രൈവറല്ലേ? അതിന് വണ്ടി ഓടിക്കാനല്ല, ഒരു കൂട്ടിന്. അല്ലെങ്കിൽ എന്റെ ജോലി വണ്ടി ഓടിക്കലായിരുന്നില്ലല്ലോ. വണ്ടി കഴുകുക, പിന്നെ മുതലാളിട്ട് പിന്നെ കയറിക്കുക, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇനി ഒന്നുകൂടിയായി നായയുടെ ജോലി, അതായത് കാവല്. ആയിക്കോട്ടെ. അല്ല, ഈ നേരത്തെ കിടക്ക വെച്ചാൽ അങ്ങനെ എനിക്ക് ഓഫീസിൽ പോകണ്ടേ? മതി വളിപ്പ് പറഞ്ഞത്. പിന്നെ ഊണ് ഹോട്ടലിൽ വന്ന് കഴിക്കുന്നോ അതോ ഇങ്ങോട്ട് കൊടുത്തേക്കണോ? ഏതാ സൗകര്യം? ഹോട്ടലിലെ ഊണൊന്നും എനിക്ക് വേണ്ട. എന്നാ താഴെ ഒരു ജോലിക്കാരുണ്ട്, എന്താ വേണ്ടെന്ന് വെച്ചാൽ അതിനോട് പറഞ്ഞാൽ മതി. ഉച്ചയ്ക്ക് ഞാനും ഉണ്ണാൻ വരാം. എന്റെ ഭർത്താവ് ഞാൻ വെച്ച് വിളമ്പുന്ന കഴിച്ചാ മതി. അല്ല, അതിന് വല്ലതും അറിയോ ഭവതിക്ക്? എന്റെ അച്ഛൻ സിംഗപ്പൂരിൽ പോയി പണം ഉണ്ടാക്കിയെന്ന് വെച്ച് ഞങ്ങൾ ആകാശത്തൊന്നുമല്ല ജീവിച്ചത്, ഭൂമി തന്നെയാ. ഒരു ഭാര്യയുടെ കടമ എന്തെന്ന് ആരും എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. എന്റെ ഗുരുവായൂരപ്പാ, ഇതിനൊക്കെ പുണ്യം ഞാൻ എന്താ ചെയ്തേ? മണി അടിക്കൊന്നും വേണ്ട, വേഗം ഓഫീസിൽ പോവാൻ നോക്ക്. ശരി, പിന്നെ എന്ത് വേണേലും നാരായണനോട് പറഞ്ഞാൽ മതി. ഞാൻ ഇല്ലെങ്കിലും മൂപ്പരുണ്ടാവും കൂട്ടിന്. ബാലേട്ടാ, ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. അയാൾ ഇത്തിരി ഓവറാണ് കേട്ടോ. ആരോടാണ് എന്താണ് പറയേണ്ടതെന്ന് ഒരു ലൈസൻസും ഇല്ല. നാരായണേട്ടൻ വെറും ഡ്രൈവറല്ല. അല്ലായിരിക്കാം, ചില ബന്ധങ്ങളുണ്ടാവും. നല്ല സ്ഥാനത്ത് വെക്കണ്ടേ? വന്നിറങ്ങിയപ്പോ പറഞ്ഞത് കേട്ടില്ലേ, അട്ടയാണത്രേ. ശരിയാണ് അമ്മി, അട്ട തന്നെയായിരുന്നു. വീടില്ല, കുടുംബമില്ല, പറയാൻ ബന്ധുക്കളില്ല. അമ്മ മരിച്ചതിന് ശേഷം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് 7 രൂപയായിട്ട് മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോൾ മുന്നിൽ ശൂന്യതയായിരുന്നു. എങ്ങോട്ട് പോകണം, എവിടെ പോകണം അറിയില്ല. പൈപ്പ് വെള്ളം കുടിച്ച് കുടിച്ച് തളർന്നു വീണപ്പോ പൊക്കി എഴുന്നേൽപ്പിക്കാൻ വന്നൊരു കൈയാണത്. ഡ്രൈവർ നാരായണൻകുട്ടിയുടെ ചോറ് ഒരുപാട് ഉണ്ടിട്ടുണ്ട്. പലരെയും പരിചയപ്പെടുത്തി മാർവാടിയുടെ കണക്കപ്പിള്ളയായിട്ട് ജോലി വാങ്ങിച്ചു തന്നു. ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ദിവസപരിവർത്തി ചിട്ടി തുടങ്ങിയപ്പോ വിശ്വാസത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, നാരായണേട്ടൻ. അന്ന് ഈ ബാലചന്ദ്രൻ ഹോട്ടലിയർ ബാലചന്ദ്രനല്ല, റൊട്ടേറിയൻ ബാലചന്ദ്രനും അല്ല, നാരായണൻകുട്ടിയുടെ ബാലൻ. അതായിരുന്നു പേര്, അതായിരുന്നു വിശ്വാസം. ആ ആളെ നമ്മുടെ ഏത് സ്ഥാനത്താണ് നിമ്മി നിർത്തേണ്ടത്? നിമ്മി വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവളാണ്. കണ്ടവന്റെ അടുക്കളയിൽ എച്ചിൽ വാരിയാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഇന്ന് എന്റെ വായിൽ സ്വർണ്ണക്കരണ്ടിയുണ്ട്, പക്ഷേ അത് നേടാൻ ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. നാരായണേട്ടൻ, നമ്മുടെ ബാങ്കിന് വിശ്വസിച്ച് പണം തന്ന ആളുകൾ, നമ്മുടെ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് ആളുകൾ. അവരൊന്നും എന്റെ താഴെയാണെന്ന് ഞാൻ കരുതിയിട്ടില്ല. നിമ്മി അങ്ങനെ ആയിരിക്കണം. കരയേ, നിമ്മിയോട് ഞാൻ ദേഷ്യപ്പെട്ടതല്ല. എന്നോട് ക്ഷമിക്കണം. അതിന് നിമ്മി തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ കണ്ണുനീരാണ്. ഇനി ഈ കണ്ണുകൾ നിറയരുത്.